നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രവാസിയുടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലാണ്. ദുബായ് എല്ലാ പ്രവാസികളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മണ്ണാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി ഈ പ്രവാസ ഭൂമിയിലെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും പിൽക്കാലത്ത് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ വിജയിക്കുവാൻ കഴിയുന്നു. ഏതാണ്ട് 3-4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ പ്രവാസ ഭൂമിയിൽ ഉറ്റവരെയും ഉടയവരെയും വേർപിരിഞ്ഞ് പ്രവാസ ജീവിതം അനുഭവിച്ച് അതിൻ്റെ വേദനകളും സന്തോഷങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുൻകാലത്തുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവരിൽ കുറച്ചുപേരെങ്കിലും ഇന്ന് ഈ പ്രവാസ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൻ്റെ സുഖങ്ങളും പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളുമായി ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. സൽക്കാരത്തിൻ്റെ നാടായ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്നും ഏതാണ്ട് 37 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ അഹമ്മദ് ചാത്തോത്താണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. സൽക്കാരത്തിൻ്റെ നാടാണ് കോഴിക്കോട് ജില്ല. തലശ്ശേരിയും കുറ്റ്യാടിയൊക്കെ അത്രത്തോളം പ്രശസ്തമാണ്. കുറ്റ്യാടിയിലാണ് ജന്മദേശം അല്ലേ? അതെ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവിന് മരക്കച്ചവടമായിരുന്നു. ഈ കൂപ്പുകളിൽ നിന്നെല്ലാം മരം ലേലത്തിനെടുത്തിട്ട് വെള്ളത്ത് കൂടിയും കരമാർഗവും കോഴിക്കോട് എത്തിക്കുക. മരക്കച്ചവടത്തിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് കല്ലായി. കല്ലായിലാണ് ഇപ്പോൾ അധികവും അവിടെ കൃഷ്ണസാഗർ ടിമ്പർ കമ്പനി എന്ന് പറയുന്ന അവർക്കാണ് സപ്ലൈ ചെയ്യാറ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാലം ഇപ്പോൾ ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുന്നത് കണ്ടു പഠിച്ച ഒരാളാണ് താങ്കൾ. തീർച്ചയായിട്ടും. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ആദ്യത്തെ ആൺകുട്ടിയായിരുന്നു. എൻ്റെ ഇളയതൊരു അഞ്ചനോടെയുണ്ട്. ഞങ്ങൾ 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളാണ്. സ്കൂൾ വിദ്യാഭ്യാസം കുറ്റ്യാടി തന്നെ? കുറ്റ്യാടി തളീക്കര LP സ്കൂളിൽ പഠിച്ച്, പിന്നെ കുറ്റ്യാടി MIP സ്കൂൾ, പിന്നെ കുറ്റ്യാടി ഹൈസ്കൂളിൽ 9th സ്റ്റാൻഡേർഡ് വരെ. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ദുബൈയിലേക്ക് വന്നു. ബോംബെ നിന്നാണ് വന്നത്? ബൈ ബോംബെ. കപ്പലിലാണ്? ഒരിക്കലല്ല, ഫ്ലൈറ്റിൽ തന്നെ ആണ്. അന്നൊരു 3000 ഇന്ത്യൻ റുപ്പീസേ ഉള്ളൂ ഫ്ലൈറ്റ് ചാർജ്. എൻ്റെ ഉപ്പാൻ്റെ അഞ്ചനാണ് എന്നെയും കൂട്ടി വന്നിട്ട്, ഞാൻ ചെറിയതല്ലേ, കൂട്ടി വന്ന് ബോംബെ നിന്ന് കയറ്റി വിട്ടത് 1979. 1979 ഒരു നോമ്പ് കാലത്ത് ദുബായിൽ വന്നിറങ്ങുന്നു. വളരെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്വയം വേദനകളെ വീട്ടുകാരുടെ മുന്നിൽ അറിയിക്കാതെ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്തെ പ്രവാസ സമൂഹം. ശരിക്കും ആ ഒരു കൂട്ടത്തിൽ അഹമ്മദ് ഖായ് ഉണ്ട്. തീർച്ചയായിട്ടും. അന്ന് ഞാൻ ഗൾഫിനെ പറ്റി കേട്ടത് സ്വർണം വിളയുന്ന നാട് എന്നല്ലേ. ഗൾഫിൽ വന്നപ്പോഴാണ് എന്താണ് ഗൾഫ് യഥാർത്ഥം മനസ്സിലാകുന്നത്. ഞാൻ എത്രയോ ദൂരമുള്ള മുഷരിഫ് എന്ന് പറയുന്ന ഒരു ഈ ബതുക്കൾ താമസിക്കുന്ന ഒരു അറബി വീട്ടിലായിരുന്നു എൻ്റെ ജോലി. ആദ്യത്തെ ജോലി. ഞാൻ വന്നതും ആ വിസക്കായിരുന്നു. എൻ്റെ എളാപ്പാൻ്റെ മകൻ അതിൻ്റെ അടുത്ത് എൻ്റെ 2 മാസം മുന്നേ ഇങ്ങ് പോന്നു. എന്നെ കൂടുതൽ പ്രേരിപ്പിക്കും കാരണവും അതാണ്. അവനിങ്ങ് പോകുന്നത് കൊണ്ട് എനിക്കും വരണോ. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ജീവിച്ചതും, അങ്ങനെ ഒന്നിച്ച് വളർന്നു. ബാല്യകാല സുഹൃത്ത് മാത്രമേ എൻ്റെ ആത്മസുഹൃത്താണ്. അത്രയ്ക്ക് ഒന്നിച്ചൊരു വീട്ടിലായിരുന്നല്ലോ. ഞങ്ങളൊരു ഫാമിലിയാണ്. ഉപ്പാൻ്റെ അഞ്ചെന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്പകാലത്തെല്ലാം ഒന്നിച്ച് തന്നെയാണ്. അതാണ് എന്നെ പ്രേരിപ്പിച്ചത് ഗൾഫിലേക്ക് വരണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഗൾഫിലെത്തുന്നത്. അങ്ങനെ മുഷരിഫിലാണ്, അറബി വീട്ടിലായിരുന്നു ജോലി. എത്ര വർഷം അവിടെ ജോലി? അത് ഏകദേശം ഒരു 8-9 മാസം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? നല്ല സമീപനമായിരുന്നു അറബികൾ. അങ്ങനെ നമ്മളെ അർബാബ് പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ടാണ്, കുളിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ പോയി മരിച്ചു പോയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എന്താക്കേണ്ടി വന്നത്, മാറേണ്ടി വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ജോലി അന്വേഷിച്ചപ്പോൾ എനിക്ക് ഖത്തറിൻ്റെ വൈസ് കൗൺസിലറെ വീട്ടിൽ ജോലി കിട്ടി. അവിടെ നിന്നാണ് കൗൺസിലേറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അല്ലേ? ഒരു നിമിത്തമായിരുന്നു ഖത്തർ കൗൺസിലറുടെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞത്. ആ കൗൺസിലേറ്റിൽ ജോലി കിട്ടിയ. കിട്ടിയ എന്തായിരുന്നു ജോലി? അവിടെ ആദ്യം ഞാൻ കയറിയത് ഓഫീസ് ബോയ് ആയിട്ടാണ്.
അവിടെ നിന്ന് പിന്നെ അവിടെ എനിക്ക് കുറച്ച് അറബി എഴുതുന്നതും വായിക്കുന്നതെല്ലാം അറിയാണ്ട് അവിടെയുള്ള കൗൺസിൽ ജനറൽക്ക് തന്നെ ഭയങ്കര താല്പര്യവും കാര്യമായിരുന്നു. പിന്നെ അയാളെ ഓഫീസിൽ ആക്കി മാറി. ഒരു 18 വർഷം ഖത്തർ കൗൺസിലേറ്റിൽ വർക്ക് ചെയ്തു. അതിനിടയ്ക്കാണ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത്. ബിസിനസ് എന്ന് പറയുന്ന ഇൻബോൺ ആണ്. കാരണം പിതാവിൽ നിന്ന് മനസ്സിലാക്കിയ ബിസിനസ്സിൻ്റെ പാഠങ്ങൾ അത് ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചു. ഒരുപാട് സ്വാധീനിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. വളരെ. പിന്നെ എൻ്റെ ഒരു ഓർമ്മ വെക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായിപ്പോയി, ഉപ്പായും ഉഷാറായിപ്പോയി. ഞങ്ങളും അപ്പോൾ ഭയങ്കര സഹായിയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ള എല്ലാവരും എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ അധികം പേരെയും കണ്ണെന്നറിയും. അത്രയ്ക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ഉപ്പാക്ക് എൻ്റെ നാട്ടിൽ കുറ്റിയാടി. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഒരുപടി. കാരണം ഉപ്പായും ഉമ്മായും കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അമ്മക്കാർക്ക് ഇപ്പോൾ ശരിക്കും കണ്ണ് നിറയുന്നുണ്ട്. കാരണം അവർ അന്ന് അത്രമാത്രം കഷ്ടപ്പെട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മളെ നല്ല നിലയിൽ എത്തിക്കാൻ അവരെടുത്ത ആ ഒരു ദൗത്യം ഇന്ന് നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ എല്ലാ സൗഭാഗ്യത്തിനും പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ്. തീർച്ചയായിട്ടും. ഇന്ന് എത്തി നിൽക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മകനായി ജനിച്ചതിൽ 100% സന്തോഷമല്ല, 100ന്റെ മേലെ ശതമാനം ഉണ്ടെങ്കിൽ അത്രയും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് അമ്മക്ക് വിവാഹം കഴിച്ചു, മക്കളായി. അപ്പോൾ മക്കളുടെ അടുത്തൊക്കെ ആ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എപ്പോഴും പറയാറുണ്ട്. ഏത് നിമിഷവും ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇപ്പം നിറഞ്ഞ പോലെ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ഉണ്ട്. ഉമ്മയും ഉപ്പായും ഇപ്പോൾ രണ്ടുപേരും മരിച്ചു. ഇപ്പോൾ 15 വർഷമായി. ഉമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു 7 വർഷത്തോളം. ഉപ്പാടെ പേര് ചാത്തോത്ത് കുറ്റിയാലിയാജി. ചാത്തോത്ത് എന്ന് പറയുന്ന ഒരു ഫാമിലി നെയിമാണ്. കുറ്റിയാടിയിലെ വളരെ പ്രശസ്തമായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ആ തറവാട്ടിലെ ഒരു അംഗമാണ് അല്ലേ? അതിലും അഭിമാനം. ഉമ്മാൻ്റെ കുടുംബം ചക്കര കുടുംബമാണ്, ഉപ്പാൻ്റെ കുടുംബം ഊരാളി കുടുംബമാണ്. രണ്ടും കുറ്റിയാടിയിലെ വെച്ച് ഏറ്റവും വലിയ കുടുംബമാണ് ഒക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഉപ്പ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം ഇന്നും കുറ്റിയാടിയിലെ ജനങ്ങൾ വളരെ ബഹുമാനത്തോടെയാണ് ഓർക്കുന്നതെന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ എന്നുള്ളത് സത്യം തന്നെ. സത്യമാണ്. നമ്മൾ ബാക്കി എന്ത് നേടിയാലും അതൊന്നും നമുക്ക് കൂട്ടിനുണ്ടാവില്ല ഒരിക്കലും. ഈ ലോകത്തും മറ്റൊരു ലോകത്തും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും മാത്രമേ നമ്മളോടൊപ്പം കൂടെ വരുള്ളൂ എന്നുള്ളതാണ് ഉപ്പാടെ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം. തീർച്ചയായിട്ടും. ഈ ഖത്തർ കൗൺസിലേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിസിനസ് രംഗത്തേക്ക് തുടക്കം. എന്ത് ബിസിനസ്? 82-ലാണ് എനിക്ക് ലൈസൻസ് കിട്ടുന്നത്, 82-ൽ. ഇപ്പോൾ ഒരു 35 വർഷത്തോളമായി. അപ്പം ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടി. പിന്നെ ചെറുങ്ങനെ ഞാനൊരു കൗൺസിലേറ്റിൽ നിന്ന് കൗൺസിലറോട് പറഞ്ഞിട്ട് ചെറിയ ലോണെല്ലാം എടുത്ത്, അപ്പം ഈ ദേരയിൽ ഓർലാഞ്ചിൽ മനാമ റൗണ്ട് ഓട്ടുണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ഷോപ്പ് കണ്ട്. അങ്ങനെ ആ ഷോപ്പ് ഒരു AC കടയായിരുന്നു ഇറാനീൻ്റെ. അന്നത്തെ 10,000 രൂപയും കൊടുത്തിട്ട് ആ AC കട ഇറാനീൻ്റെ അടുത്ത് നിന്ന് വാങ്ങി വേറൊരാളെ പാർട്ട്ണർഷിപ്പ് കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടാക്കി ഖലീജിൽ ഖെയർ കഫറ്റേരിയ എന്നുള്ളൊരു കഫറ്റേരിയ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് വൻ വിജയമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് സത്വയിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് ബിസിനസ് എല്ലായി 5-8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വേറെ ഒരു ബ്രാഞ്ച് എന്താകുന്നത് സത്വയിലിടുന്നത്, ഗോൾഡൻ ബർഗർ. അപ്പോൾ ഞാൻ ഗോൾഡൻ ബർഗറിൻ്റെ ഗ്രൂപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഒന്ന് അബ്രാജ് സെൻട്രൽ ദേരയിൽ തുടങ്ങി, അതും നല്ല വിജയമായിരുന്നു, വമ്പം വിജയമായിരുന്നു. സത്വയിൽ തുടങ്ങിയ വമ്പം വിജയമായിരുന്നു. കറാമയെ ഒന്ന് തുടങ്ങി ഗോൾഡൻ ബർഗർ. പിന്നെ കാലക്രമേണ ജനങ്ങൾ മറ്റുള്ള ടേസ്റ്റിലേക്ക് മാറുകയും അതൊക്കെ ആയി. പിന്നെ ഏത് ബിസിനസ്സും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, കുറയാനും സാധ്യതയുണ്ട്, കൂടാനും സാധ്യത. അപ്പം ചെറുങ്ങനെ അതിൽ നിന്ന് ഞാൻ മാറി നിന്ന് ഫൈബർ ഗ്ലാസ് ഫാക്ടറിയിലേക്ക് നീങ്ങി. അൽക്കൂസിലൊരു വെയർ ഹൗസ് എടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തു മാനുഫാക്ചറിങ്. അങ്ങനെ ഫൈബർ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നു ഒറ്റയ്ക്ക് തന്നെ. അപ്പോൾ അതോടുകൂടി ഞാൻ റിസൈൻ ചെയ്ത് കൗൺസിലേറ്റിൽ റിസൈൻ ചെയ്തു. കാരണം നമ്മുടെ സമയം ഇവിടെ ആവശ്യമായിട്ട് വന്നു. ഫൈബർ ഗ്ലാസിൻ്റെ ബിസിനസ് മാനുഫാക്ചറിങ് രംഗത്ത് അൽക്കൂസിലാണ് എടുക്കുന്നത്, വെയർ ഹൗസ് എടുത്തു. അത് നന്നായിട്ട് പോയിക്കൊണ്ട് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് 2006 ക്രേഷസ് വന്നപ്പം പൊതുവെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കംപ്ലീറ്റ് സ്റ്റോപ്പായി. അപ്പോൾ നമ്മൾ സ്റ്റോപ്പായി നമുക്കും കുറേ പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട്.
അത് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. കൊടുക്കേണ്ടതൊക്കെ നമ്മളെന്താക്കി സെറ്റിൽ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും ആ കമ്പനി ഇപ്പോഴും കമ്പനിയുണ്ട്. വളരെ കുഞ്ഞുനാളിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഇത് പഠിച്ചത് തടിക്കച്ചവടത്തിലൂടെയാണ്. ഇവിടെ വന്നൊരു ജോലിയായി. ജോലി കഴിഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായൊരു ഫീൽഡായിരുന്നു കഫറ്റേരിയ. തീർച്ചയായിട്ടും അവിടെ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മേഖലയായിരുന്നു ഈ ഫൈബർ ഗ്ലാസ് മാനുഫാക്ചറിങ് രംഗം. ഒരു മുൻ പരിചയമില്ലാത്ത മേഖലയിൽ അവിടെ വിജയിച്ച് കാണിക്കുകയാണ് താങ്കൾ ചെയ്തത്. തീർച്ചയായിട്ടും. അതിൻ്റെ രഹസ്യം എന്താ? അത് എപ്പോഴും നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഫൈബർ ഗ്ലാസിൻ്റെ ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എന്തും തുടങ്ങുമ്പോൾ ആദ്യം ഒരു പ്രൊജക്റ്റ് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കും. ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെയായിരിക്കണം. നമ്മൾ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കുന്നു ഫസ്റ്റ്. കാരണം ഏതൊരു ബിസിനസ് ആയിരുന്നാലും നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു വിഷൻ, അതൊരു ലോങ് വിഷൻ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് യൂഷ്വലി നമുക്കത് നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കും. 60% വിജയിക്കും. 100% വിജയിക്കുന്ന ബിസിനസ് കുറവല്ലേ. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞാൻ മനസ്സിൽ കാണും. എന്ത് ചെയ്യുമ്പോൾ അത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. അതിൻ്റെ പോരായ്മകളും അതിൻ്റെതായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കും. അത് മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. അതിൻ്റെ മാർക്കറ്റിംഗ് പേഴ്സണെയും അതുപോലെ തന്നെ പിന്നെ അക്കൗണ്ടൻറ്റും കാര്യങ്ങളും മാനേജേഴ്സിനെല്ലാം അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാർട്ട് ഉണ്ടാക്കുക, അതനുസരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിജയിക്കും. വിവാഹം കഴിച്ചിരിക്കുന്നത് പിന്നെ തെരുമ്പറമ്പത്ത് നിന്നൊരു കുഞ്ഞബ്ദുള്ള ഹാജി, പഴയവിടിയിൽ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെയാണ് സഫിയ. എത്ര കുട്ടികളാണ്? എനിക്കുള്ളത് 3 പെണ്ണും 2 ആണും, 5 മക്കൾ. മൂത്തത് ട്വിൻസായിരുന്നു, 2 പെൺകുട്ടികൾ. വിവാഹം കഴിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. മോള് ജോലി ചെയ്യുന്നുണ്ട്. ഒരു മോള് ആൽബം അറിയുന്ന പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇളയത് 2 ആൺമക്കളാണ്. ഇളയത് ഒരു ആണിൻ്റെ നേരെ ഇളയത് ഒരു മോളുണ്ട്. അവള് BDS സെക്കൻഡ് ഇയർ പഠിച്ച് കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആക്കില്ല. ഇപ്പം വിവാഹം കഴിച്ചു കൊടുത്ത്. മകൻ്റെ പേര് ഷഫീഖ്. അതിൻ്റെ ഇളയത് ഷഹദാദ്. ഏതൊരു വിജയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. അഹമ്മദ്ക്കാടെ ഒരു വിജയം എന്ന് പറയുന്നത് സന്തോഷമായ ഒരു കുടുംബ ജീവിതം പടച്ച തമ്പുരാൻ തന്നു എന്നുള്ളതാണ് സത്യം. അൽഹംദുലില്ലാഹ്. കുടുംബത്തിൻ്റെ പിന്തുണ എത്രത്തോളമായിരുന്നു? 100% പിന്തുണയായിരുന്നു. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ വൈഫിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമുള്ളൊരു ഫാമിലിയായിരുന്നു. ഇവരുടെ ഉപ്പ പൈഡിൽ കുഞ്ഞുമുല്ലാജി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ. എൻ്റെ ഉപ്പാനെ പോലെ തന്നെ നല്ലൊരു മനുഷ്യനാണ്. അയാളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. മനുഷ്യന് എപ്പോഴും പ്രയാസങ്ങളിൽ ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ നമ്മൾ അറിയാതെ നമ്മളെന്താക്കി അയാൾ സഹായിച്ചു. അത് സഹായം എന്നല്ല പറയേണ്ടത്, ചിലപ്പോൾ ജീവിതം തന്നു തന്നെയും പറയും. അങ്ങനെ സഹായിക്കുന്നുണ്ടല്ലോ, വെറും പൈസയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പം നമ്മളെ കുടുംബത്തെ, നമ്മളെ മക്കളെ നല്ലോണം സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയുടെ ഉപ്പായ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉമ്മയായിരുന്നു. പടച്ചവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്ത് വരുള്ളൂ. തീർച്ചയായിട്ടും. നല്ല സന്തോഷമായൊരു കുടുംബജീവിതം, നമ്മൾ ആഗ്രഹിച്ചതിനനുസരിച്ച് മക്കൾ നമുക്ക് അതിനനുസരിച്ചൊരു ഫലം തരുന്നു. അതാണ് അഹമ്മദ്ക്കാടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. മെയിൻ വിഷയം എന്ന് പറയുന്നത് ഈ സ്വന്തം മക്കളെ കൂടുതൽ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, അത് കിട്ടിപ്പെടാനാണ് പ്രയാസം. ഇപ്പോൾ എനിക്ക് 4-5 മക്കളുണ്ടെങ്കിൽ എന്നെക്കാണ് എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യ ആണെങ്കിൽ അതിലാണ് വിജയം കണ്ടെത്തുക. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഈ അഹമ്മദ്ക്ക ഒരു ബിസിനസ്സിൽ വന്ന് ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തിയത് ഇത്താത്ത വന്ന് ജീവിതത്തിൽ കയറിയതുകൂടിയാണ്. തീർച്ചയായിട്ടും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായി എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ്. തീർച്ചയായിട്ടും. എല്ലാ ഐശ്വര്യത്തിനും പ്രധാന കാരണം അവിടെ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. അതിലുപരി അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അത് തന്നെ. ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒത്തു വരണമെങ്കിൽ ആ പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം തന്നെ വേണം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു, കാരണം ഗ്രീൻ ബെൽറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കുറഞ്ഞ ചിലവിൽ, അതായത് വെള്ളം കൊണ്ട് കാർ വാഷ് ചെയ്യുന്ന മൊബൈൽ കാർ വാഷ് എന്നൊരു കൺസെപ്റ്റ് അതിന് കൊണ്ടുവന്നത് മകനാണ്. ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ്? അവന് പിന്നെ ഞങ്ങളിപ്പം ബിസിനസ്സെല്ലാം ഇങ്ങനെ ആയി നിൽക്കുവാന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ക്രേഷസ് എല്ലാം ഇങ്ങനെ നിന്ന് കുറേ വർക്കേഴ്സിനൊക്കെ ഒഴിവാക്കി കുറേ വർക്കേഴ്സ് നമ്മളെ കൂടെ തന്നെ വെച്ച് നിൽക്കുമ്പോഴാണ് കാർ വാഷ് തുടങ്ങിയാൽ എന്താണെന്നൊരു കൺസെപ്റ്റ് അവനിക്ക് വരുന്നത്. അങ്ങനെയാണ് അവൻ്റെ പേരിൽ ആദ്യമായിട്ട് ഞാനൊരു ലൈസൻസ് എടുക്കുന്നത്, കാർ വാഷിൽ, ഷഫീഖിൻ്റെ പേരിൽ.
ഒരു ഖാലിദ് എന്ന് പറയുന്ന ഒരു സ്പോൺസറും ഷഫീഖിൻ്റെ അതിലാണ് നമ്മളെ തുടക്കം. അങ്ങനെ ഇവൻ എന്താക്കി, പിന്നെ ഈ കാർ വാഷിന് മെഷീൻ വേണ്ടേ, വെള്ളം ഉപയോഗിച്ചുള്ള മെഷീനും കാര്യങ്ങളും. അങ്ങനെ ഓരോന്ന് മാറി എന്താക്കി ആ മെഷീനുകൾ ഞങ്ങൾ ഫൈബർ ഗ്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും നല്ല ടെക്നോളജി ആയി. ആ മെഷീൻ ഡിസൈൻ ചെയ്തത് ഷഫീഖ്. യെസ്, നമുക്ക് ഷഫീഖിനെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാം. ഗ്രീൻ ബെൽറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ആശയം പാമൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മകൻ ഷഫീഖാണ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും അതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഇന്നത്തെ തലമുറയുടെ അവരുടെ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഷഫീഖിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഷഫീഖാണ് ഇങ്ങനെ ഒരു ആശയം ഇപ്പോൾ പറഞ്ഞു, കാരണം കേട്ട് കാണുമല്ലോ, ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ കൺസെപ്റ്റ് എങ്ങനെ കൊണ്ടുവന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2007-2008 ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ലൈസൻസ് കിട്ടിയ ടൈമിൽ നോർമൽ കാർ വാഷ് ആ ടൈമിലുള്ളതെന്ന് പറഞ്ഞാൽ ബക്കറ്റ് വെച്ചായിരുന്നു യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അതിലും കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തിയിട്ട് കസ്റ്റമറിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ കണ്ടെത്തിയത്. അറൗണ്ട് 4 months എടുത്തത് ഡിസൈൻ ചെയ്യാനും ഐഡിയ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു 2-3 സ്റ്റാഫ് ആയിരുന്നുള്ളൂ കാർ വാഷിങ്ങിൽ. ഇപ്പോൾ അറൗണ്ട് 300 സ്റ്റാഫിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്, ചെയ്യുന്നുണ്ട്. അറൗണ്ട് 7 years ആവാനായി ഇപ്പോൾ. ശരിക്കും ഈ ദുബായിലെ എല്ലാ മാളിലും ഈ മെഷീൻ ഉണ്ട്, അവൈലബിൾ ആണ് വിത്ത് സ്റ്റാഫ്. ഇത് വളരെ 1-2 ലിറ്റർ വെള്ളം കൊണ്ട് ഇത് കാർ വാഷ് ചെയ്യണം. അതെങ്ങനെയാണ് അതിന്റെ എക്സംഷൻ? ഇത് മോട്ടർ യൂസ് ചെയ്തിട്ടാണ്, ലോ പ്രഷറായിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഞങ്ങളൊരു സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തിട്ടാണ് ഓരോ സ്റ്റാഫുകൾ ഇതാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു മെഷീനിൽ എത്രത്തോളം സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉണ്ടാവും വാട്ടർ? ഇത് ഒരു 30 cars 30 വണ്ടി ആവാനുള്ള വെള്ളം അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു വണ്ടി വാഷ് ചെയ്യാൻ അറൗണ്ട് 5 to 10 minutes വേണ്ടു. ടൈമും വേസ്റ്റ് വരില്ല. അതേപോലെ ഞങ്ങൾ ചെയ്യുന്നത് മാളുകളാണ്. അപ്പം കസ്റ്റമർ ഷോപ്പിങ്ങിന് പോകുന്ന ടൈമിൽ ഈ അവലെ വണ്ടി വാഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ മെഷീൻ ഫോഴ്സ്ഫുള്ളി കൊടുക്കുന്ന ഹോസ് കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? അത് ഡസ്റ്റ് ആദ്യം റിമൂവ് ചെയ്യും. ഡസ്റ്റ് ഞങ്ങൾ ആദ്യം റിമൂവ് ചെയ്യും. വാട്ടർ സ്പ്രേ യൂസ് ചെയ്യും. പിന്നെ ഒരു ലെതർ ക്ലോത്ത് ഉണ്ട്. വിത്ത് ലിക്വിഡ് വെച്ചിട്ടാണ്? വിത്ത് ലിക്വിഡ് ആണ്. എന്നിട്ട് ലെതർ യൂസ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഫൈബർ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ UAE മാത്രമല്ല ഖത്തറിലും ഉണ്ട്. ഖത്തറിലും മാളിലാണോ? എവിടെയാണ്? സഫാരി മാളിൽ ഫാമിലി ഫുഡ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ ഖത്തറിൽ. എങ്ങനെയുണ്ട് ബിസിനസ്? കുഴപ്പമില്ല. ഇതിലുപരി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു എന്നാണ്. ഇന്ന് 300-ൽ പരം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ കുറഞ്ഞ സമയം കൊണ്ട് ഷഫീഖിന് കഴിഞ്ഞു. ഒരു നല്ല ബിസിനസ്സുകാരനായി മാറുവാൻ ഉപ്പായിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഉപ്പാൻ്റെ പഠിച്ചത്. എല്ലാം പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ പറഞ്ഞിട്ടില്ലായിരുന്നു, ഉപ്പാൻ്റെ അത് സെയിം ഫീൽഡായിട്ടാണ്. മീൻസ് ഉപ്പാൻ്റെ പഠിച്ചിട്ടാണ് ഉപ്പ പഠിച്ചത്. അതേപോലെ തന്നെ ഞാനും ഉപ്പാനെ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടാണ് ബിസിനസ്സിൽ. ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ എന്തൊക്കെ വേണമെന്ന് ഉപ്പ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്? മെയിൻ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. ഓരോരോ സ്റ്റാഫിന് എന്താണ്, ഓരോരോ ആൾക്കാരെന്താണ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള ഓരോ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ട് സെക്ഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുക. ഓരോ സെക്ഷനിൽ ഓരോരോ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവരെ മേലെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ബിസിനസ് ഓക്കെ ആയിട്ട് പോകും, മുന്നോട്ട് പോകും. ഹാർഡ് വർക്ക് എത്രത്തോളം ഒരു ബിസിനസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്? സ്റ്റാർട്ടിങ്ങിലെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തു. എത്ര മണിക്കൂറോളം കഷ്ടപ്പെട്ടു? അത് ഒരു മോർണിംഗ് ഒരു 5 o'clock അങ്ങനെ എഴുന്നേക്കായിരുന്നു. ഫുൾ ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു. MBA കഴിഞ്ഞു അല്ലേ? MBA ഇവിടെ നിന്നായിരുന്നു? ദുബായ്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താണ്, ജയ്പൂർ യൂണിവേഴ്സിറ്റി. പഠിച്ചതൊക്കെ ദുബായ് തന്നെ, സ്കൂളിലായിരുന്നു, ന്യൂ മോഡൽ സ്കൂൾ. പുതിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആശയവും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ കൊണ്ടുവന്നാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഷഫീഖ്. അതിന് ഞങ്ങൾ കേറ്ററിംഗ് അതിനൊരു ഉദാഹരണമാണ്. മലബാറിൻ്റെ തനി വിഭവങ്ങൾ അല്ലേ, ട്രഡീഷണൽ വിഭവങ്ങൾ. വിഭവം നിങ്ങളിപ്പോൾ അവിടെ ഈ കേറ്ററിംഗിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് പുറത്ത് ഫ്രഷ് മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് താവാ ഫ്രൈ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ തിരഞ്ഞെടുക്കാം. അതിൽ അയക്കൂറ ഉണ്ടാവും, ഷെയറി ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. താവാ ഫ്രൈ എടുത്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും.
എന്നിട്ട് അപ്പം ഫ്രഷായിട്ട് പൊറാട്ട, വെള്ളാപ്പം, ചപ്പാത്തി അപ്പം തന്നെ ചുട്ട് തരും. ഒരു മത്തീൻ്റെ കറിയും ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റീസാണ്, നല്ല ബിസിനസ്സാണ് അവിടെ വന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ ചായ ഇൻ്റർനെറ്റ് സിറ്റിയിൽ നല്ലൊരു ബിസിനസ്സുള്ളൊരു ചായ, നല്ല പ്രത്യേകത ഉള്ള ഒരു ടീ ഷോപ്പാണ്. ശരിക്കും ഒരു 3000-4000 ടീം ദിവസം ഞങ്ങൾ എന്താക്കുന്നുണ്ട്, അവിടെ നിന്ന് വെക്കുന്നുണ്ട്. ഔട്ട്ലെറ്റിൽ ഫാമിലി സഹിതം വന്നിട്ട് സുഖസുന്ദരമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ ഫെസിലിറ്റീസുകൾ എന്തുണ്ട് അവിടെ ഉണ്ട്. നമുക്ക് ഏതിനും ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഒരു മഹത്വം, കാരണം മറ്റുള്ളവരെ അംഗീകരിക്കാൻ, വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ അംഗീകരിക്കുവാനും ഇവിടെ സുരക്ഷിതമായി ബിസിനസ് ചെയ്യാനുള്ള ഒരവസരമാണ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും നമുക്ക് തന്നിട്ടുള്ളത്. 37 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അഹമ്മദ് കാക്ക് ഈ മണ്ണ് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എന്താ പറയുക, എന്നാന്നല്ല, ഇവിടെയുള്ള എല്ലാ പ്രവാസികളേത് ഇവിടുത്തെ മണ്ണ് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്നായിക്കോട്ടെ. എനിക്ക് വേറെയും കമ്പനികളുണ്ട്. ഇപ്പം മോന് ഇങ്ങനെ പുതിയ ഓരോന്ന്, ഇപ്പം ഈ കവലിയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഷർട്ടും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടെയും ഞാൻ റേസ് ചെയ്ത് അതുപോലെ തന്നെ അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്, സ്പെക്ട്രം സൈൻ അഡ്വർടൈസിങ്, അതും നല്ല വിജയമാണ്. ഇതെല്ലാം ഇവൻ ഇങ്ങനെ ഓരോന്ന് അതിലെല്ലാം മേഖലകളിൽ അതിൻ്റേതായ ആൾക്കാരെയും അതിൻ്റേതായ സെറ്റിങ്സും അതിൻ്റേതായ ഇതും ഇത് നല്ല വിജയത്തിലേക്കാണ് ഉണ്ടാക്കുന്നത് കൊണ്ടുപോകും. ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപടി സഹായങ്ങൾ, ലൈസൻസും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, വളരെ സുഖസുന്ദരം. പ്രത്യേകിച്ച് ദുബൈനെ സംബന്ധിച്ചിടത്തോളം ഏത് പേപ്പർ വർക്കും ഈസി, ഓൺലൈനിൽ കൂടിയാണ് മുഴുവനും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും. അപ്പം ഗവൺമെൻറ്റിൻ്റെയും ദുബൈൻ്റെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ശരിക്കും നമ്മളെ നാട് തന്നെ, ഞാൻ തന്നെ ഈ രീതിയിൽ ഇവിടെ ഇരിക്കുന്നതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റൂലല്ലോ. ഒരുപാട് ആശയങ്ങൾ ഷഫീഖ് കൊണ്ടുവന്നു, അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഒരു ബിസിനസ് സംരംഭകൻ എന്ന നിലയിൽ നമ്മുടെ ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് തന്നെയാണ് കൂടുതൽ ഇതാക്കാൻ പോകുന്നത്. ഇപ്പം ഞങ്ങളൊരു പുതിയൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ തന്നെ ഇറ്റാലിഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൻ്റെ പാക്ഡ് ഐറ്റംസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, പ്ലാനിങ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർമെൻറ്റ്സിൻ്റെ ഇതുണ്ട്. അപ്പം കുറേ പുതിയ ബിസിനസ്സാണ് ഞങ്ങളിപ്പം കണ്ടുവച്ചിട്ടുള്ളത്. ന്യൂലി പുതുതായിട്ട് ഞങ്ങൾ ഷഹദൽ ഇമറാത്ത് എന്ന് പറയുന്ന ഒരു സ്വീറ്റ്സ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ളൊരു കിച്ചൺ ഇൻ്റർനാഷണൽ സിറ്റിയിലെടുത്ത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ സ്വീറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ വർക്കയിൽ ഒരു ഷോപ്പ് എടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ ബോർഡൊക്കെ ഞങ്ങളെ അഡ്വർടൈസിങ് കമ്പനി തന്നെയാണ് ചെയ്ത്. ഇൻക്രെഡിബിൾ ബോർഡൊക്കെയാണ് അത് തുടങ്ങി. പിന്നെ ജുമേറയിലൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട്. അത് വിതിൻ 1 വീക്ക് കൊണ്ട് 10-15 ഡേയ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അറബിക് സ്വീറ്റ്സ് ആണ്. അറബിക് സ്വീറ്റ്സ് 3 ബ്രാഞ്ചാണ്. ഞങ്ങളൊരു 20 ബ്രാഞ്ച് വരെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ജോലി എന്ന സ്വപ്നവുമായി ഈ പ്രവാസ മണ്ണിൽ 37 വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദ് ക വന്നിറങ്ങുമ്പോൾ കരുതിയിരുന്നു ഇന്ന് ഒട്ടനവധി കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു അവകാശം പടച്ച തമ്പുരാൻ തരുമെന്ന്? ഒരിക്കലും കരുതിയിട്ടില്ല. ഇതെല്ലാം വന്നു ചേർന്നതാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു അവകാശം ഒട്ടനവധി സ്ഥാപനങ്ങളിലൂടെ പടച്ച തമ്പുരാൻ തന്നു. എന്തു തോന്നുന്നു ഇപ്പോൾ? അൽഹംദുലില്ലാ. പക്ഷേ എന്നേക്കാളും എത്രയോ ബിസിനസ്സും കാര്യങ്ങളും ഈ വർക്കേഴ്സും കാര്യങ്ങളുള്ള എത്രയോ പ്രവാസികൾ ഇവിടെ ഇല്ലേ. ഞാൻ ഇത് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു ഇത്, എന്നാലും അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടി എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാർത്ഥനയോടുകൂടിയും പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഫുള്ള് സപ്പോർട്ട്, അത് മക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, വളരെ സപ്പോർട്ടോടുകൂടി സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം ഇപ്പം നയിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ സന്തോഷമേ ഉള്ളൂ. വളരെ സന്തോഷം. പക്ഷേ 1-2 സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഇല്ല, ഉമ്മ ഇല്ല. ഈ ഒരു വിഷമമുണ്ട് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യത്തിൽ. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ച വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പാൻ്റെ എളാപ്പ മൊയ്തു. അവരായിരുന്നു എന്നെ ബോംബെയിലേക്ക് കൊണ്ടാക്കിയതും ഇങ്ങോട്ടേക്ക് വരാൻ എൻ്റെ കൂടെ ബോംബെയിലേക്ക് ബസ്സിൽ വന്ന് 3 ദിവസം ഇരിക്കണ്ടേ എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി തിരിച്ചു പോയല്ലോ. മുപ്പരിപ്പവും ജീവിച്ചിരിപ്പുണ്ട്. പ്രായം കൂടുതലാണ്, അസുഖമുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ. അള്ളാഹു ദീർഘായുസ്സിനെ കൊടുക്കട്ടെ. എല്ലാ ഐശ്വര്യത്തിൻ്റെ ഒരുപക്ഷെ ഇളയാപ്പാക്കും ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും. കാരണം അന്ന് ഞാൻ ഒരു അത്യാവശ്യം നല്ല കുടുംബത്തിലാണല്ലോ നമ്മൾ ജനിച്ചത്. ഉപ്പാക്ക് ചെറിയ മരത്തിൻ്റെ കച്ചവടമെല്ലാം ഇപ്പോൾ ഉഷാറായി വരുന്ന കുറച്ച് പൂസത്തിലുള്ള ഒരു സമയമായിരുന്നു.
അപ്പോൾ അന്ന് ഞാൻ ഗൾഫിലേക്ക് വരുക എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു. അതിന് എളാപ്പാൻ്റെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു. പറഞ്ഞ് മനസ്സിലാക്കിയത് വിസ വാങ്ങാനും സപ്പോർട്ടും കാര്യങ്ങളും. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് 500 ദിറംസ് സാലറി ആയിരുന്നു. എന്നുവെച്ചാൽ നാട്ടിലെ 1000. അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി, അയാളെ ശമ്പളവും 1000 ആയിരുന്നു. നമ്മളെ നാട്ടിലുള്ള മാഷ് അവർക്ക് 65 റുപ്പീസായിരുന്നു ഒരു മാസ സാലറി. അത് പിന്നെ ഗ്രാജുവലി ഉയർന്നു വന്നു എന്നുള്ളത്. അൽഹംദുലില്ലാ ഇവിടെ വരെ എത്തിച്ചേർന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചർ ബിസിനസ്സിൽ തന്നെ തുടരാനും പിന്നെ മക്കളൊക്കെ അൽഹംദുലില്ലാ ഇനിയിപ്പോൾ എൻ്റെ ഇളയ മോനുണ്ട് ഷഹദാദ്, മോനിപ്പോൾ +1 കഴിഞ്ഞാണ്. മോൻ്റെ ആഗ്രഹം MBBS എടുക്കണമെന്നാണ്. പക്ഷെ അതിനുള്ള എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പിന്നെ അവൻ പഠിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൻ പഠിച്ച് വളരെ വലുതാവും, അവനൊരു സ്ഥാനത്തെത്തിക്കണം. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നാൽ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഞാനില്ലെങ്കിലോ നോക്കാനും ഒരു സ്ഥലത്തെത്തിക്കാനൊക്കെ എന്താ കഴിവുള്ള എൻ്റെ മോനും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ മക്കളാണ്. ഉപ്പ തന്ന ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മകന് കിട്ടേണ്ട ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എൻ്റെ മക്കൾ എന്ന് പറയുന്നു. എന്ത് കിട്ടിയാലും അതിന് പകരമാവില്ല എന്ന് പറയും. ഇത്തരം ഒരു ഉപ്പാടെ വാക്കുകൾ ഷെഫീഖിനെ ഏത് രീതിയിലാണ്? ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉപ്പാൻ്റെ വീട്ടിൽ തന്നെ ആവണം എന്നുള്ളത്. എൻ്റെ മക്കളും എന്നെ മീൻസ് ഇതേപോലെ തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ മുന്നോട്ട് പോകുവാൻ ഇക്കാക്കും ഷെഫീഖിനും മറ്റ് സ്ഥാപനങ്ങൾക്കും പടച്ച തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുഭവിച്ചത്. താങ്ക് യു വെരി മച്ച്.